പാര- പാരമ്പര്യങ്ങളിലെ ആത്മീയത എന്നതാണ് വിഷയാവതരണം നടത്തുന്നത്. സണ്ണിച്ചേട്ടൻ തിരുവമ്പാടിയാണ്. സണ്ണിച്ചേട്ടൻ നമ്മുടെ മീറ്റിംഗിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സണ്ണിച്ചേട്ടനെ ജ്വാല ഓൺലൈൻ മീറ്റിംഗിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നമുക്ക് ഏറ്റവും ഹൃദയപൂർവ്വം നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. സണ്ണിച്ചേട്ട, നമുക്ക് തുടങ്ങിയാലോ? നന്ദി. കേൾക്കാമല്ലോ അല്ലേ? എന്നെ കേൾക്കാം, നല്ലപോലെ കേൾക്കാം, ക്ലിയർ ആണ്. ശരി 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 ശരി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സണ്ണി. ഹായ് സണ്ണി സാർ. ഹായ് സണ്ണിച്ചേട്ടാ. ഹായ്. സൗണ്ട് ഒന്ന് മുറിഞ്ഞു പോയായിരുന്നു സണ്ണിച്ചേട്ടാ. അതെ, കോള് വന്ന് കയറുന്നതാണ്. ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നതിന് കാരണം വെച്ചാൽ ഞാൻ അത്ര കട്ട് ചെയ്തിട്ട് അവര് പിന്നെ ഇങ്ങനെ വിളിക്കുക. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഏതായാലും എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. നമുക്ക് വീണ്ടും ഒരു വിഷയം, അതായത് പാരമ്പര്യങ്ങളിലെ ആത്മീയത എന്ന വിഷയത്തിന്റെ തുടർച്ചയാണ്. നമ്മൾ കഴിഞ്ഞ 10ാമത്തെ പാരമ്പര്യം വരെയും പോയി. ഇന്നിപ്പം 11ാമത്തെ പാരമ്പര്യം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നതില്. നമ്മളുടെ എയിലെ ഓരോ വിഷയവും എല്ലാ വിഷയങ്ങളും പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. എല്ലാവർക്കും അത് കൂടുതൽ കാര്യങ്ങൾ അറിയട്ടെ. പുതുമയുള്ള പുതിയ ആൾക്കാർ കൂടുതലായി വരുന്നു. എല്ലാവരെയും നമ്മളിത് പഠിപ്പിക്കുകയല്ല, പക്ഷെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും ഒരു അങ്ങനെ ഒരു ആശയം എല്ലാവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് തന്നെയുള്ളൂ ഈ ചർച്ചയുടെ ഒരു എൻ്റെ ഉദ്ദേശവും അത് തന്നെയുള്ളതാണ്. ഉണ്ട് എല്ലാവരും, അല്ലാണ്ട് ഒരൊറ്റ കാഴ്ചപ്പാടല്ല. നമുക്ക് വേണമെങ്കിൽ മറ്റ് വ്യത്യസ്തമായ രീതിയിൽ കൂടെയും ഈ ഒരു വിഷയത്തെ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരും അവനവന്റെ അറിവിനനുസരിച്ച് അതിനെ കൂടുതൽ വിശദമായി അറിയാനും മനസ്സിലാക്കാനും അന്വേഷിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക. തീർച്ചയായിട്ടും ജ്വാല അതിന് നല്ല ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാ ദിവസവും ഓരോരോ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ഒരുപാട് ഗുണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറോണ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇതേപോലെ ഓരോരോ വിഷയങ്ങളെ എടുത്തുകൊണ്ട് വളരെ നന്നായി സംസാരിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കൊറോണ കാലത്തെ ഏറ്റവും കൂടുതൽ നന്നായി ഉപയോഗിച്ച ഒരു കൂട്ടർ ഒരു പക്ഷേ ഏയക്കാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു പലരും അതിനെ ശപിക്കുകയും രാഗവും ഒക്കെ ചെയ്തപ്പോൾ സംഗതി ശരിയാണ്. ഇതിനകത്തെ വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്കൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഈ സുബോധാവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തില് ഇത് വളരെ ഉപകാരവും ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു പക്ഷേ ഇന്നും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിലും ഫിസിക്കൽ മീറ്റിങ്ങിൽ കൂടെ എല്ലാവരും ധാരാളമായ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രതികൂലമായ കാലത്തെ നമ്മൾ വളരെ അത് ഗുണപരമായി മാറ്റിയെടുത്തു എന്നുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു, അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിനെ ആയാലും അല്ലെങ്കിൽ ഒരു സന്തോഷത്തെ ആയാലും അതൊന്നും അതിര് കവിഞ്ഞു പോകാതെ ഇരിക്കാനും, അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ സമയത്ത് അതിൻ്റെ അകത്തൂടെ ഒരു നല്ല കാലം എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വ്യത്യസ്തമായൊരു ചിന്ത. മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ഒരുപക്ഷെ തകർന്നടിഞ്ഞു പോകുന്ന ഒരു സ്വഭാവത്തുള്ളവരാണ്. അവര് മാനസികമായിട്ട് അത്ര തന്നെ ഒരു നല്ല അവസ്ഥയിലല്ല എന്നാണ് പൊതുവെ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടമായിട്ട്, അതുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കാൻ പറ്റാത്തത്, ഒരു കൂട്ടത്തിന് ഒരുമിച്ച് നിൽക്കേണ്ടി വന്നത്. അത് നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം അതുകൊണ്ട് തന്നെ മാറി നമ്മൾ എന്തിനേയും നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റി. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്ന് ഏറ്റവും വളരെ ശക്തമായി നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും അതിൽ കൂടെ നമുക്ക് ഒരുപാട് വിഷയങ്ങളെ കൂടുതൽ അറിയാനുള്ള ശ്രമവും നടത്തുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പാരമ്പര്യങ്ങളിലെ ആത്മീയത എന്നുള്ളൊരു വിഷയം നമ്മൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 11ാമത്തെ പാരമ്പര്യത്തെ കുറിച്ചാണ്. എല്ലാ തത്വങ്ങളും ആത്മീയതയിൽ തന്നെ. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യാവസാനവും ഇതൊന്നു തന്നെയുള്ളൂ. ഈ ഒരൊറ്റ കാര്യം തന്നെയേ പറയാനുള്ളൂ. ആത്മീയമായ ഒരു മാറ്റിമറിക്കൽ എന്ന് പറഞ്ഞ അതിന് സഹായിക്കുന്നതാണ് ഇതിന്റെ പടികളായിക്കോട്ടെ, പാരമ്പര്യങ്ങളായിക്കോട്ടെ, കൺസെപ്റ്റുകളായിക്കോട്ടെ, ഇതിനകത്തെ ഓരോ മുദ്രാവാക്യങ്ങളായിക്കോട്ടെ, ഇതിന്റെ ജീവിത രീതി മൊത്തവും
ആ രീതിയിൽ തന്നെയാണ്. അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിനും സാധാരണ ഉള്ള ലോകം കാണുന്ന രീതിയിലല്ല എല്ലാ കാര്യങ്ങളെയും നമ്മൾ വ്യത്യസ്തമായ മറ്റൊരാംഗിളിൽ കൂടെ കണ്ടുകൊണ്ട് വളരെ രസകരമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിച്ചെടുക്കുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്നും ഇത്രയും കാലമായിട്ട് നിലനിൽക്കാൻ കാരണം. അത് ഇന്ന് നിലനിൽക്കാനുള്ള കാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ അനാമധേയത്വം എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട 11ാമത്തെ പാരമ്പര്യമാണ്. എയുടെ പൊതുജന സമ്പർക്ക രീതി എപ്പോഴും ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാവരുത്. നാം എപ്പോഴും വ്യക്തിപരമായ അനാമധേയത്വം പ്രസ്, റേഡിയോ, TV എന്നീ തലങ്ങളിൽ പാലിക്കണം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട തന്നെ. എന്തുകൊണ്ട് ഇതിനു മുമ്പേ ഉണ്ടായ പല പ്രസ്ഥാനങ്ങളും അത് അതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പിലെ തകർന്നു പോയതിൻ്റെ അകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് വ്യക്തികൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഉയർന്നു വന്നു. നമ്മൾക്കിന്ന് കാണാമല്ലോ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ മറ്റ് സംഘടനകളുടെ ഇടയിലായിക്കോട്ടെ, എപ്പോഴും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അതിനെ അയാളോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടോ നിൽക്കുന്ന ഒരു കൂട്ടം പലപ്പോഴും മറ്റുള്ളവരുമായി കലഹത്തിനും ശണ്ടയ്ക്കും നിന്ന് അവരിൽ നിന്ന് മാറി പിരിഞ്ഞ് മറ്റൊന്നായിട്ട് മാറുന്നതും അതിലൂടെ തന്നെ അവരുടെ ബലം കുറഞ്ഞു പോകുന്നതായിട്ടും. ഒന്നായി നിൽക്കുന്നതിനെ പകുത്തു പോയി കഴിഞ്ഞാൽ അല്ലെ കഷ്ണങ്ങളായി മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബലം കുറഞ്ഞു, ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് എല്ലാ കൂട്ടത്തിനും പറ്റിയത്. ആൽക്കഹോളിക്സ് അനോണിമസ് അത്തരമുള്ള ഒരു ആപത്തിനെ മുൻകൂട്ടി കണ്ടു. കാരണം ഇത് ഒരുമിച്ച് നിൽക്കാതെ നിലനിൽപ്പില്ലാത്ത ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ നിലനിൽപ്പില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടിയതാ. അവർക്ക് ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ, യാതൊരു രക്ഷയില്ല ഒരുമിച്ച് നിൽക്കാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അത് തന്നെയാണ് കാരണം. അപ്പൊ അതിനകത്ത് ആ ഒരുമിച്ച് നിൽക്കലിനെ ഏറ്റവും കൂടുതൽ തടസ്സമാകാൻ സാധ്യതയുള്ളത് ഈ വ്യക്തിപരമായ വലിപ്പച്ചെറുപ്പങ്ങൾക്കനുസരിച്ച് അതിനകത്തുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് മാറി നിൽക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് ആ ഒരു കൂട്ടായ്മ ഈ ഒരു ആശയത്തെ ഏറ്റെടുത്തു. കാരണം അതിനു മുമ്പേ ഉള്ള ധാരാളമായ അറിവുണ്ട്. ഇന്നും നമുക്കറിയാം ധാരാളമായ പ്രസ്ഥാനങ്ങൾ, സംഘങ്ങള്, അല്ലെങ്കിൽ അതുപോലെയുള്ള പല കൂട്ടായ്മകളും ഒക്കെ ഇതേപോലെ തന്നെ തകർന്നു വീഴുന്നത്. അതിശക്തമായി തുടങ്ങിയ വലിയ കെട്ടുറപ്പോട് നിന്ന കാര്യങ്ങൾ നേതാവിന്റെ അഭിപ്രായത്തിനോട് യോജിക്കാത്ത അതിന് താഴെയുള്ള നേതാക്കന്മാരോ ചെറിയ നേതാക്കന്മാരോ ഒക്കെ അതിനായിട്ട് വിഘടനവാദവുമായിട്ട് വരികയും അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിഞ്ഞു പോകുന്നതും പലതും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നാമാവശേഷമായി തകർന്നു പോയെങ്കിൽ പലതും വളരെ ദുർബലമായ അവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അവർക്കൊന്നായി നിന്നാൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും അവരെ കൊണ്ട് കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ വേണ്ടി മറ്റു പലതിനുമായിട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട ഗതികേടിലേക്കും വരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: സ്വയം മദ്യപിക്കാതിരിക്കുക, അതിനായി മറ്റുള്ളവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുക. ഈ ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളില്ല. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും 100% ഈ ഒരു കാര്യത്തിന് വേണ്ടി അവര് ഒരുമിച്ച് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യത്തിൽ നിന്ന് അവര് വിട്ടുനിൽക്കുന്നു. അത്ര തന്നെയേ ഉള്ളൂ. അപ്പം അനാമധേയത്വം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ട് നമ്മുടെ കേൾക്കാമല്ലോ അല്ലേ? 1ാം പതിപ്പിന്റെ ആമുഖത്ത് തന്നെ ബിഗ് ബുക്കിനകത്ത് അത് പറയുന്നുണ്ട്. 1ാം പതിപ്പിന്റെ ആമുഖം, അതിനകത്തൊരു പ്രത്യേക കാര്യം അല്ലേ, അല്ല ഞങ്ങള് അങ്ങനെ ഒരു ആൾക്കാർ, അതായത് അതിന്റെ 2ാമത്തെ തന്നെ ഈ പ്രസിദ്ധീകരണത്തിന്റെ ഫലമായി ഉണ്ടാകാൻ ഇടയുള്ള വിവിധ മനുഷ്യരുടെ അസംഖ്യം അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അജ്ഞാതരായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതി. അല്ലെങ്കിൽ ഞങ്ങളിൽ മിക്കവരും ബിസിനസ്സുകാരും മറ്റ് സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രകാരം സംഭവിച്ചാൽ ഞങ്ങളുടെ തൊഴിലുകൾ ചെയ്യാൻ
പറ്റാതെ വരും. ഞങ്ങളുടെ അമിത മദ്യപാന രോഗമുക്തിക്കായുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് പറഞ്ഞാല് ഒന്നാമത്തെ പതിപ്പിന്റെ അകത്ത് തന്നെ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി പറഞ്ഞിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു ഭയത്തിൽ നിന്ന് തന്നെയാ വന്നത്. ഈ കൂട്ടായ്മയ മുന്നോട്ട് പോകുന്നതിന്റെ കാര്യത്തിലുള്ളല്ലോ, ഇതിനകത്തെ വ്യക്തികൾക്ക് അവരുടെ ജോലികൾ ചെയ്യാൻ തടസ്സമാകുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ് അവര് ആദ്യമായിട്ട് ഈ പറഞ്ഞ കൂട്ടായ്മ ഈ ഒരു കാര്യം തെരഞ്ഞെടുക്കുന്നതിന് കാരണം. പിന്നീട് അത് കാരണം ഒന്നാമതേ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായപ്പോൾ തന്നെ എന്റെ പാരമ്പര്യം ഉണ്ടായില്ലല്ലോ. പാരമ്പര്യങ്ങൾ പിന്നീടാണല്ലോ വരുന്നത്. 1946 പാരമ്പര്യങ്ങളുടെ ആദ്യത്തെ രൂപം, അതായത് നമ്മുടെ കൂട്ടായ്മ ഉണ്ടായി 11 വർഷങ്ങൾക്ക് ശേഷം 11 വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്നാ വന്നത്. അപ്പൊ ഈ ഒരു പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കൂട്ടായ്മ മറ്റു പലതിനെയും പോലെ തന്നെ ഛിന്ന ഭിന്നമായി പോകും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇത് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം അതിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മാറി നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പേര് മാറി അല്ലാതെ നമുക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായ ആ ഒരു അനാമധേയത്വം പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച്, അല്ലെങ്കിൽ അത് പാലിക്കാത്തതിന്റെ പേരിലുണ്ടായ ധാരാളമായ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ആ ഒരു പാരമ്പര്യം കൃത്യമായിട്ടും നമ്മൾ എടുത്തത്. അല്ലാണ്ട് ആദ്യം വന്നപ്പോൾ അതിന് അജ്ഞാതരായിരിക്കുന്ന മദ്യപാനികൾ എന്നൊരു പേരങ്ങിട്ടെങ്കിൽ പോലും അതിന് ഈ അനാമധേയത്വത്തിന് ഇത്രമാത്രം വലിയ പ്രസക്തി ഉണ്ട് എന്ന് അന്ന് അറിയില്ലായിരുന്നു. നമ്മളെ 12ാമത്തെ പാരമ്പര്യത്തിൽ പറഞ്ഞല്ലേ, നമ്മളുടെ പാരമ്പര്യങ്ങളുടെ ആധ്യാത്മിക അസ്ഥിവാരമാണ് എന്നുള്ളത് അനാമധേയത്വം എന്നുള്ളത് അത്രമാത്രം നമുക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ക്രമേണ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഇത് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് എന്ന്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ തന്നെ നമുക്കൊരു രൂപരേഖ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതും. അപ്പൊ നമുക്ക് ഒന്നാതെ മദ്യാസക്തരായിട്ടുള്ളവർക്ക് ഒരുപാട് ഒന്നാമത്തെ പടിയുടെ 2ാം ഭാഗം അങ്ങനെയല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാ, നമ്മുടെ ജീവിതം അനിയന്ത്രിതമായി പോയെന്ന്. ഈ അനിയന്ത്രിതാവസ്ഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളും തകരാറുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 6, 7 പടികളൊക്കെ പ്രത്യേകമായി അങ്ങനെ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ചും വൈകല്യങ്ങളെ കുറിച്ചും അതിനെ കണ്ടെത്തി അതിനെ പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് വൈകല്യങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ പൊങ്ങച്ചവും അഹങ്കാരവും അല്ലെങ്കിൽ ആഡംബരവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ ഭരിക്കാനുള്ള കാര്യങ്ങളോ, മറ്റുള്ളവരെ കഴിഞ്ഞും കേമനാണ് ഞാനെന്ന് കാണിക്കാനും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള സ്വഭാവം മദ്യാസക്തരുടെ ഒരു പൊതു സ്വഭാവത്തിലുണ്ട്. അതിനൊന്നും ശേഷിയില്ലെങ്കിൽ പോലും, ഇതൊന്നും നടപ്പിലാക്കാനുള്ള കഴിവും അതിനുള്ള തൻ്റെടവും ഇല്ലെങ്കിൽ പോലും, അതില്ലാത്തവർ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ധാരാളമായി കൊണ്ടു നടക്കുന്നവരാണ്. അപ്പൊ അവരെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാവും? തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ ഒരു തകർച്ചയ്ക്ക് തന്നെ അത് കാരണമാകും. പണ്ട് ഇതിനു മുമ്പേ ആരാണ് മൈക്ക് ഒന്ന് ഓഫാക്കുക കേട്ടോ, മോഡറേറ്റർ ഒന്നും ശ്രദ്ധിച്ചു. അപ്പോ അങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന്, അല്ലെങ്കിൽ അത് നമ്മളെ കൂട്ടായ്മയെ തവിടുപൊടിയാക്കും എന്നുള്ള നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായി. മുൻകാലത്തെ അനുഭവം എല്ലാ പ്രാവശ്യത്തെ മീറ്റിങ്ങിലും ഞാൻ ആ വാഷിംഗ്ടോണിയൻസിന്റെ കാര്യം പ്രത്യേകം പറയാറുണ്ട്. അത് തന്നെ വാഷിംഗ്ടോണിയൻസിന് ഇത് തന്നെയാ പറ്റിയത്. അവരും ഈ അനാമധേയത്വവും മറ്റു കാര്യങ്ങളും ഒക്കെ ലംഘിച്ച് അങ്ങനെ തന്നെയാണ് അവർ തകർന്ന് തരിപ്പണമായി പോയത്. പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യം ഇനി കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഏതായാലും ഇത്തരം പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് എടുത്തതും, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും. സത്യത്തിൽ മറ്റുള്ള പുറം ലോകത്തിന് ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിപ്പോയി. അത് ഇന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു എയുടെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനകത്ത് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് നമ്മളുടെ പേര് വേണ്ട, ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇതിനകത്ത് ഏതെങ്കിലും ആൾക്കാർക്കൊക്കെ പലർക്കും അത് പരിചയമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാവുന്നല്ലേ, ഇപ്പം വലിയ നേതാവ് പങ്കെടുക്കുന്ന സ്റ്റേജിലേക്ക് ചെറിയ നേതാക്കന്മാരെല്ലാം കൂടി ഇടിച്ചു കയറി അത് ഇടിഞ്ഞു വീണ് പൊളിഞ്ഞു വീണ് അപകടം പറ്റി എത്ര സംഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു പേരോ ഫോട്ടോയോ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഉന്തും തള്ളും.
അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണാമല്ലോ, ടി വിയിൽ ഓരോ പരിപാടിയിലൊക്കെ കാണുമ്പോൾ ഓരോ വലിയ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആരെങ്കിലും വരുമ്പോൾ അവരുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ അവരുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ മുഖം കൂടെ ഒന്ന് പെടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കാണിക്കുന്ന വെപ്രാളങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ? അത് അവർക്ക് ആർക്കും അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എന്നിട്ടും എല്ലാവർക്കും പണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ അവർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന റിപ്പോർട്ടർ വന്നപ്പോൾ അവരോട് ഇങ്ങനെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്തു, ഇതൊന്ന് മാറ്റണം, നിങ്ങൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവര് വീഡിയോ ക്യാമറയൊക്കെ പുറകോട്ട് വെച്ചു. പക്ഷെ അവരത് ഓഫാക്കിയില്ലായിരുന്നു. അന്ന് വൈകുന്നേരം അവിടുത്തെ ലോക്കൽ ചാനലിൽ ഇതാ കിടക്കുന്ന എല്ലാവരുടെയും മുഖം നല്ല കൃത്യമായി തെളിഞ്ഞിട്ടുള്ള റിപ്പോർട്ടും അവർ വരുത്തി. അവർക്കത് മനസ്സിലായില്ല. പിന്നീട് അവരത് പറഞ്ഞു, അത് ചെയ്ത് തെറ്റിപ്പോയി, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്നുള്ള അവർക്ക് അത് സാധാരണ ലോകത്തിന് അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഇപ്പോഴും ആ കാര്യത്തിൽ പലർക്കും സംശയാലുക്കളാണ്. അല്ലെങ്കിൽ അവർക്കത് ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെന്തൊരു മനുഷ്യരാന്നുള്ള മട്ടിലാണ്. അല്ലാണ്ട് അത് അവർക്ക് നമ്മുടെ ഫോട്ടോ കൊടുക്കാനുള്ള വ്യഗ്രത കൊണ്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ആദ്യമൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായി. അവര് വല്ലാണ്ട് എതിർത്തു. അതിന്റെ ആവശ്യമില്ല, ഈ കാര്യം നമ്മൾ തന്നെ ഇപ്പോഴും കേൾക്കുന്ന അതേപോലെ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമുണ്ട്, ഇത് മറ്റുള്ളവർ അറിയണ്ടേ? അതൊരു ന്യായമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു കാരണവശാലും ആൽക്കഹോളിക്സ് അനോണിമസ് അല്ല. അതതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നമുക്ക് പരസ്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവർക്ക് അറിയാം, അതിന് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്, സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടി വിയിലോ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് ഇതൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ സ്ലൈഡ് പ്രദർശിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ ആടുകളൊക്കെ കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരിക്കലും അനോണിമസ് അല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ മറഞ്ഞിരിക്കുന്നില്ല. ഇതിനകത്തെ വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ മറിഞ്ഞിരിക്കുകയല്ലേ എന്ന്. നമ്മൾ നമ്മളെ പ്രസിദ്ധിയൊന്നും നമുക്ക് വേണ്ട എന്ന് വെക്കുന്നത്. കാരണം അത് ഓരോരുത്തരിലുമുള്ള വൈകല്യങ്ങൾ കൂടുതൽ വലുതാക്കാൻ വേണ്ടി കാരണമാകും. അത് അയാളുടെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് അല്ല, മറിച്ച് അതിനകത്തെ വ്യക്തികൾ, അംഗങ്ങളാണ് അനോണിമസ് ആയിരിക്കുന്നത്. അവര് പ്രസ്, റേഡിയോ, ടി വി എന്നീ തലങ്ങളിൽ അവര് അനാമധേയത്വം പാലിക്കുന്നു. അവരുടെ പേരോ മറ്റ് വിവരങ്ങളോ പുറത്തറിയുന്നില്ല, അവരുടെ ഫോട്ടോയോ പ്രസിദ്ധീകരിക്കുന്നില്ല. എങ്ങനെ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ള, അവരൊരു അംഗം എന്ന നിലയ്ക്ക് അവരുടെ പ്രസിദ്ധീകരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരുടെ പേര് വരാം, അവർക്ക് എയെ കുറിച്ചും വേണേൽ സംസാരിക്കാം. എയെ കുറിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അയാള് അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കരുത്. എയെ കുറിച്ച് അല്ലാണ്ട് ആർക്കും വേണേൽ സംസാരിക്കാമല്ലോ. അയാളെ അറിയുന്ന നമ്മൾക്കറിയാം അയാളെ മെമ്പറാന്ന്, അത് ശരിയാ. പക്ഷെ എന്നിരിക്കൊണ്ട് പൊതുജനത്തിന് അറിയില്ലല്ലോ. പലപ്പോഴും ആ കാര്യത്തിലും അംഗങ്ങൾ തമ്മിൽ തന്നെ കലഹം, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടായിട്ടുണ്ട്. അയാള് അനാമധേയത്തിൽ ലംഘിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അനാമധേയത്തിൽ ലംഘിക്കുന്നില്ല, അയാൾ അംഗമാണെന്ന് അറിയാതെ അയാൾക്ക് കുറിച്ച് സംസാരിക്കാം, അത് അനാമധേയത്വ ലംഘനമല്ല. പിന്നെ നമ്മുടെ നാട്ടിലും പലപ്പോഴും ഉണ്ടാകും, ഒരിക്കൽ അതായത് ഓരോ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിന്റെ അംഗങ്ങള് അവരുടെ സമ്മതം പോലും ഇല്ലാതെ ഫോട്ടോ എടുത്തത് വാട്സാപ്പിൽ കൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഓരോ അംഗങ്ങളും അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവനവന്റെ അനാമധേയത്വം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യത്തോടെ മറ്റൊരാളുടെ അനാമധേയത്വം കാത്തു സൂക്ഷിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വമാണത്. നിർബന്ധമായിട്ടും അത് പാലിക്കേണ്ട. മറ്റൊരാളുടെ അനാമധേയത്വം നമ്മൾ ലംഘിക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനമാണത്. അയാൾക്ക്, ഓരോ വ്യക്തിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനവന്റെ അനാമധേയത്വം വേണമെങ്കിൽ ലംഘിക്കാം. അത് എയ്ക്ക് വേണ്ടി ആവണമെന്നൊന്നുമില്ല. എയ്ക്ക് വേണ്ടി അങ്ങനെ ഒരാളുടെയും അല്ലെങ്കിൽ ഒരു പ്രചാരകന്റെയും ആവശ്യമില്ല. നമുക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെയും ആവശ്യമില്ല. അയാൾ ഒരിക്കലും ഒരു മെമ്പറായിട്ട് തുടരുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പറാണ് എന്ന് പറയാനുള്ള യോഗ്യത അയാൾ നഷ്ടപ്പെടുത്തുക. ശരിക്കും പറഞ്ഞാൽ അത്തരം ആൾക്കാർ സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ്, സർവീസിൽ ഇരിക്കാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്
ചിലപ്പോൾ അനാമധേയത്വം അറിയാതെ ലംഘിക്കുന്ന ഒരുപക്ഷെ ഒരാളൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു വാർഷികത്തിന്റെയോ മറ്റോ ഫോട്ടോ എടുത്ത് ആരും അറിയാതെ എടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചിലപ്പം പത്രങ്ങളൊക്കെ അറിയാതെയാണെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു, വേദിയിൽ നിൽക്കുന്ന ഇന്ന ആൾക്കാര്. പക്ഷെ അവര് മെമ്പർമാരാന്ന് പറഞ്ഞിട്ടില്ല. ആ കൂട്ടത്തിൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിലാണോ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടൊന്നും അത് വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നല്ലേ. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ മുഴുവൻ അറിയാം, അടുത്ത പഞ്ചായത്തിലുള്ളവരെയും ഏറെക്കുറെ അറിയാം. അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളോട് 2, 3, 4 ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അയാൾ ആരാ എന്താ ഏതാന്നുള്ളതൊക്കെ അറിയും. പേരും വീട്ടുപേരും പിന്നെ ബന്ധുക്കളുടെ ഒക്കെ 1, 2 ചോദിക്കുമ്പോഴത്തേനും എല്ലാവരെയും അറിയും. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു ബന്ധം, വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നു. പക്ഷെ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ട ഓരോ അംഗത്തിന്റെയും ചുമതല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അവിടെ കാണുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അത് പുറത്ത് ചെന്നിട്ടല്ല, നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ അവിടെ കണ്ടല്ലോ ഇവിടെ കണ്ടല്ലോ ഇതൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. തീർത്തും അത് പറയാതിരിക്കാൻ വേണ്ടി. കാരണം നമ്മളിതിങ്ങനെയാണ്, നമുക്കൊരു വീട്ടുപേര് കേൾക്കുമ്പോൾ തന്നെ ആ വീട്ടുപേരിലുള്ള നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ അവരോടൊക്കെ അറിയാം. അപ്പം അറിയാതെ പോയിട്ട് അത് നിങ്ങളുടെ ഒരു ബന്ധുവിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു, ഇവിടെ വെച്ച് കണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും പൊഴിഞ്ഞു പോകുകയായിട്ടൊന്നും അല്ല. അതുകൊണ്ടൊന്നും ഇവിടെ ലോകം ഇടിഞ്ഞു വീഴുവൊന്നും ഇല്ല. പക്ഷേ അതല്ല, മറ്റൊരാളുടെ അനാമധേയത്വം നമ്മൾ ലംഘിക്കുന്നു. അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ അനാമധേയത്വം ലംഘിക്കുന്നു. ആ വ്യക്തിക്ക് വേണമെങ്കിൽ അയാളുടെ അനാമധേയത്വം ലംഘിക്കാനും ലംഘിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്, അതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അയാളൊരു ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ ആണെങ്കിൽ ഒരു കാരണവശാലും അയാൾ അനാമധേയത്വം ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. തുടക്കകാലത്ത് പലർക്കും ആ ഒരു ആവേശം വന്നിട്ടുണ്ട്. ആ ആവേശത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവര് അറിയാതെ പറഞ്ഞു പോയിട്ടുമുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പൊ അത് കഴിഞ്ഞപ്പം കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം എല്ലാവരും അതൊക്കെ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. നമ്മളൊരു പൊതുജന സമ്പർക്ക രീതി എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് പറയുകയല്ല വേണ്ടത്, നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ കുറിച്ച് പറയുക വേണ്ടത്. സുഹൃത്തുക്കൾ നമ്മളെ കുറിച്ച് പറയണമെങ്കിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 11ാമത്തെ പാരമ്പര്യം പറഞ്ഞാല് അടിച്ചേൽപ്പിക്കുകയല്ല, ആകർഷിക്കണം. ആകർഷിക്കണം എന്ന് പറയുന്നത്, നമ്മൾ ആകർഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഗ്രൂപ്പിൽ കിടന്ന് വഴക്കുണ്ടായിട്ടും അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഒരു പുതുമക്കാരൻ വന്നപ്പോൾ ഗ്രൂപ്പിൽ വലിയ ചർച്ച പാരമ്പര്യ ലംഘനത്തെ കുറിച്ച് നടന്ന തന്നെയാണ്. പാരമ്പര്യ ലംഘനത്തെ കുറിച്ച് തന്നെ നടന്ന ചർച്ച വലിയ വാഗ്വാദം ഉണ്ടാകുകയും പുതുതായിട്ട് വന്ന പുതുമക്കാരൻ പുറത്തിറങ്ങിയിട്ട് ഒരു കമന്റ് പാസ്സാക്കി, ഇതിനെ കഴിഞ്ഞൊക്കെ എത്രയോ ഒച്ച കുറവാ കള്ളിഷാപ്പിൽ എന്ന് പറഞ്ഞു. അയാൾ പിന്നെ ഒട്ട് വന്നുമില്ല. അപ്പൊ അതും പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്നത് കൃത്യമായിട്ടും ആ വ്യക്തികൾ തമ്മിൽ മുൻകൂട്ടിയുള്ള വൈരാഗ്യമോ വലിയ പ്രശ്നമോ അവര് പിന്നെ പുറത്തിറങ്ങി രണ്ടുപേരും ചായ കുടിച്ചു പോയി. പക്ഷെ അവിടെ ഒരു പുതുമക്കാരൻ ഇരിക്കുന്ന വിവരം അവര് മറന്നുപോയി. അയാളെ നമുക്ക് ആകർഷിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയി. അതുകൊണ്ട് പറ്റിയതാ. ആ വ്യക്തികള് അതില് ഒരാൾ മരിച്ചുപോയി. അയാൾ മരിക്കുന്നവരെയും അയാൾ തന്നെയായിരുന്നു. മറ്റേ ആൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അയാൾ ഇപ്പോഴും ഏകാരൻ തന്നെയാണ് താനും. അത് അവരത് ശത്രുക്കളോ പ്രശ്നക്കാരോ ബഹളക്കാരോ ഒന്നുമല്ല. പക്ഷെ അവിടെ ഒരു ചർച്ച വന്നപ്പോൾ അത് ഇച്ചിരി രൂക്ഷമായ രീതിയിലായി പോയി പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ അത് പക്ഷേ പുതുമക്കാരൻ അതിനെടുത്ത കാര്യമാണ് ഇതിലും ശബ്ദം കുറവ് ഷാപ്പിലാണ് എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അനാമധേയത്വം കാത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പാരമ്പര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാ പാരമ്പര്യങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഈ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് ആരോഗ്യത്തോടു കൂടി നല്ല അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ ഉള്ള സിനിമകളിലും മറ്റും കാണത്തില്ല, യക്ഷികൾ പോലും അണിഞ്ഞൊരുങ്ങിയാ വരുന്നത്. ഏറ്റവും മോശമായ രീതിയിൽ അവന്റെ ആയുസ് കളയാൻ വേണ്ടിയിട്ട് പോകുന്ന സാധനമാണ്. എങ്കിട്ട് പോലും അത് അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് യക്ഷിയോ മറ്റുള്ളവരുടെ ജീവൻ കളയുന്നോ അല്ല, മറിച്ച് മറ്റൊരാൾക്ക് മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് അത്ര ഭംഗിയായ രീതിയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും സംസാരം, വാക്കുകള്
അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന രീതി, മറ്റൊരാളോട് പെരുമാറുന്ന രീതി, ഒരു പുതുമക്കാരനെ സ്വാഗതം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്ത് ഷെയർ ചെയ്യുന്നത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് അത് ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഏറ്റവും കൂടുതൽ ആകർഷകമാകാൻ വേണ്ടി പുതുമക്കാരൻ വലിയ വലിയ വാഗ്ദാനമാണ് ഈ പറയുന്ന അനാമധേയത്വം. നിങ്ങളെക്കുറിച്ചുള്ള പേര് വിവരങ്ങൾ ഞങ്ങൾ പുറത്തറിയിക്കുന്നില്ല എന്നുള്ള കാര്യം. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, പലരും മദ്യഷാപ്പിലേക്ക് കയറുന്ന തലയിൽ മുണ്ടിട്ടാ, തിരിച്ചിങ്ങോട്ട് ഉടുത്ത മുണ്ട് പറിച്ച് തലയിൽ കെട്ടിയിട്ടൊക്കെ ഇറങ്ങും. പക്ഷെ അങ്ങോട്ട് കയറാൻ ഭയങ്കര നാണക്കേടാ. അപ്പം മദ്യപാനിയാണ് എന്ന് അറിയപ്പെടാൻ ഒരു നാണക്കേട് എല്ലാവരിലും ഉണ്ട്. അത് ലോകത്തെല്ലായിടത്തും ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ എന്നാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടായ ഈ പ്രസ്ഥാനത്തിനകത്തും ഈ ഒരു അനാമധേയത്വം കാത്തു സൂക്ഷിക്കാനുള്ള തീരുമാനം എടുത്തത്. അപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇവിടെയും വരുന്ന ഒരാള് മദ്യപാനിയാണ് എന്ന്, ഞാനൊരു മദ്യാസക്തനാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രോഗ്രാമിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് നാട്ടുകാർ അറിയാതിരിക്കേണ്ടത് അയാളുടെ വലിയ അത്യാവശ്യമാണ്. അയാൾ ഷാപ്പിൽ കയറിയത്, അയാൾ ബാറിൽ കയറിയത് ഒന്നും പ്രശ്നമല്ല. പക്ഷേ അത് നിർത്താൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അയാൾ അതിന് മാത്രം വലിയ കുടിയനാണോ എന്ന് നാട്ടുകാർ അറിയില്ലേ എന്നുള്ള ഭയം. അപ്പൊ ആ ഭയത്തിന് കൊടുത്തേക്കുന്ന ഒരു വലിയ സംരക്ഷണമാണ്, പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും ഞങ്ങൾ പുറത്തറിയിക്കില്ല എന്ന്. അപ്പം വ്യക്തി എന്ന നിലയ്ക്ക് അനാമധേയത്വം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അത് സംഘമായിട്ടാണെങ്കിലും നമ്മൾ അനാമധേയത്വം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനകത്തെ ഓരോ വ്യക്തികള്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയാണ് അനോണിമസ് അല്ലാത്തുള്ളത്. പക്ഷെ അതിനകത്തുള്ള വ്യക്തികൾ, അവർ കുറെ അധികം പേരുണ്ടെങ്കിൽ പോലും അവര് അനാമധേയത്വം കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും അവര് അനാമധേയത്വം കാത്തു ലംഘിക്കാൻ പാടില്ല. അപ്പം ചിലത് നമുക്ക് തൽക്കാലത്തേക്ക് അതൊരു നല്ലതാണെന്ന് തോന്നിയാൽ പോലും പിന്നീട് അത് പലപ്പോഴും ദോഷങ്ങൾ തന്നെയേ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തില്, അല്ലെങ്കിൽ നമ്മൾ കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ, അതിപ്പം വിഷ്വൽ മീഡിയയിൽ കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്കറിയാം. ഇഷ്ടംപോലെ ഇപ്പം പ്രോഗ്രാമുകൾ വരുന്നുണ്ടല്ലോ. നമ്മളെ ഒന്നെങ്കിൽ പേര് മാറ്റി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ മുഖം മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുറകിൽ നിന്ന് കാണിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ പാംലെറ്റുകളിൽ അതിനൊക്കെ ഉള്ള കാണിക്കുന്ന അതിന്റെ രേഖാചിത്രങ്ങൾ വരെയുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ കാണുകയും മറ്റേ ആളുടെ പുറകിൽ നിന്ന് കാണുകയും ചെയ്യുന്നത്. നമുക്കറിയാലോ, വളരെ പോപ്പുലറായ ഒരു പരിപാടിയായിരുന്നല്ലോ ആമിർ ഖാൻ നടത്തിയ സത്യമേവ ജയതേ എന്നുള്ളത്. അതിൻ്റെ അകത്ത് ആമിർ ഖാനും ഡോക്ടർ ആശിഷ് ദേശ്പാണ്ഡെയും അങ്ങനെയൊക്കെ ഉള്ളവര് അതിനകത്ത് വന്ന് അവരവരുടെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ അവർ സംസാരിച്ചു. കാരണം അവര് ആൽക്കഹോളിക്സ് അല്ലല്ലോ. പക്ഷേ അതിനകത്ത് ഷെയർ ചെയ്തതും ഒക്കെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരണം കൊടുത്തപ്പോൾ അതിനകത്തൊക്കെ എല്ലാം അങ്ങനെ മുഖം മറച്ചുകൊണ്ടുമൊക്കെയാണ്, അല്ലെങ്കിൽ ശബ്ദം മാറ്റിയിട്ടുമൊക്കെയാണ് കൊടുത്തത്. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് വലിയ വിജയമുണ്ടാക്കിയ ഒരു പ്രോഗ്രാമുമായിരുന്നു, ഒരുപാട് വിജയമുണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം കൃത്യമായി ശ്രദ്ധിക്കാൻ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്തൊരു സെലിബ്രിറ്റിയുടെ ആവശ്യമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സെലിബ്രിറ്റിയുടെ ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരാൾ ഇതിനകത്ത് വരികയാണെങ്കിൽ അയാൾ ഒരുപക്ഷെ ഈ കൂട്ടായ്മയെ അപകടം ഉണ്ടാക്കും. കൂട്ടായ്മയ്ക്ക് അയാളുടെ പേരിൽ അറിയപ്പെടാൻ വേണ്ടി നോക്കാൻ സാധ്യതയുണ്ട്. അയാളുടെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യും. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പാരമ്പര്യത്തിന്റെ ലംഘനങ്ങളായിട്ടുണ്ടായത്. പണ്ട് കാലത്ത് വലിയ പേരുകേട്ട ഒരു ബേസ്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അയാളുടെ പേര് ടോണി ആർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അയാൾ പരസ്യമായി വന്നു, അയാൾ AA മെമ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുടി നിർത്തിയ വലിയ വാർത്തയായി. അയാൾ ഒരുപാട് പേരെ ആകർഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അന്നത്തെ കാലത്തെ നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളുടെ
സഹസ്ഥാപകരൊക്കെ ജീവനോട് ഇരിക്കുമ്പോ, എനിക്ക് ഡോക്ടർ ബോബ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, ഏതായാലും ബിൽ ഡബ്ല്യു ജീവനോട് ഇരിക്കുന്ന കാലത്ത് തന്നെ അവരൊക്കെ അതിനെ അനുമോദിക്കുകയും നന്നായി എന്ന് പറയുകയും ചെയ്താ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അയാൾ റിലാപ്സ് ആയപ്പോൾ അയാൾ എയിൽ വന്നിട്ട് നിന്ന കാര്യങ്ങളെ കഴിഞ്ഞും അതിനെ കിട്ടിയ പ്രസിദ്ധിയെ കഴിഞ്ഞും കൂടുതലായിരുന്നു അയാൾ റിലാപ്സ് ആയപ്പോൾ ഉണ്ടായത്. കൂടുതൽ ആൾക്കാർ അറിഞ്ഞു അയാൾ കുടി നിർത്താൻ വേണ്ടി ഒരു പ്രസ്ഥാനത്തിൽ പോയി, അതിൻ്റെ അകത്തും വിജയിച്ചില്ല, അയാൾ വീണ്ടും കുടിച്ചു പോയി എന്നപ്പം വലിയ പബ്ലിസിറ്റി ആയി. ഇതും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പരിപാടിയാണെന്ന് നോക്കണം. അതുകൊണ്ടുണ്ടായ അപകടം എത്രമാത്രം ഉണ്ടായെന്ന്. അപ്പം ഈ റിലാപ്സുകൾ വലിയ ചർച്ചയാകുകയും കാരണം പ്രശ്നമുണ്ടാകുക. അതേപോലെ തന്നെ ഒരു TV അവതാരിക ലിലിയൻ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു TV അവതാരിക ഉണ്ടായിരുന്നു. അവര് നൈറ്റ് ക്ലബ്ബ് സിംഗർ ആയിരുന്നു, ഡാൻസർ ആയിരുന്നു. അങ്ങനെയാണ് ഐ വിൽ ക്രൈ ടുമോറോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവരുടെ ഒരു എന്തായിരുന്നു ഒരു കഥ തന്നെ അത് സിനിമയായിട്ട് വന്നിരുന്നു. അപ്പൊ അതും ഇതേപോലെ തന്നെ അവരുടെ അതിൽ നിന്ന് റിലാപ്സ് ആയി കഴിഞ്ഞപ്പോൾ അത് വലിയ വാർത്തയായി. അപ്പൊ ഇതേപോലെ തന്നെ ഉണ്ട്, വേറെയും ഉണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ. നമ്മളെ ഇതിനകത്ത് ഇങ്ങനെ വന്നേക്കുന്ന പല പല കാര്യങ്ങളും, പല സിനിമകളും അതുപോലെയുള്ളതൊക്കെ വരുന്നത്. ഇതൊക്കെ എല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് പിന്നെ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളായിട്ട് മാറുക ചെയ്യുന്നത്. വലിയ പാഠങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കണം. അപ്പൊ ഇതെന്തിനാണ് ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിനകത്ത് പറയുന്നത്? പാരമ്പര്യങ്ങളുടെ ആത്മീയതയ്ക്കകത്ത് ഇത് പറയുമ്പോൾ അനാമധേയത്തെ കുറിച്ച് പറയണേ ഇതൊന്നും അല്ല ഉള്ളു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് വിശദമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊരു പ്രധാനപ്പെട്ട ആളല്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആത്മീയമായ വളർച്ചയുണ്ടാവണം. അല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. കാരണം ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ അത് ചെയ്തത് ഞാനല്ല. വീടിന്റെ മൂലയ്ക്ക് ഒരു കാന്താരി മുളകോ അല്ലെങ്കിൽ ഒരു തെങ്ങിൻ തൈയോ ഇപ്പോഴത്തെ ആരാ വെച്ചെന്ന് പറഞ്ഞാൽ അവിടേക്ക് തന്നെ ഞാൻ അന്നേരം പറയും, ചാടി എന്റെ നെഞ്ചത്ത് അത് ഞാൻ വെച്ചതാണ്, എന്റെ കൈയാണ്, എന്റെ ഗുണമാണ് എന്ന് പറയുമ്പോൾ അത് അല്ല എന്ന് പറയണമെങ്കിൽ അപ്പം അത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും എന്റെ പേര് ഞാൻ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് ആ സമൂഹത്തിൽ ഒരു നല്ല കാര്യം ചെയ്ത ഒരു കൂട്ടായ്മയാണ്, അതിന്റെ സ്ഥാപകൻ ഞാനാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിവിടെ ഒന്ന് എല്ലാവർക്കും കൊടുത്തതെന്ന് പറയാത്ത തന്നെ അത് ആ കൂട്ടായ്മയുടെ വിജയമാണെന്ന് പറയണമെങ്കിൽ ഒരുപാട് വളരണം. അതാണ് എന്റെ കാര്യം. എത്രയോ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലും അവിടുത്തെ വ്യാപാരി വ്യവസായികൾ അവരുടെ 25 വർഷമോ 30 വർഷമോ അങ്ങനെ എന്തോട്ട് ആഘോഷിച്ചപ്പോൾ അതിന്റെ കുറെ പേരെ പൊന്നാട എണീച്ച് ആദരിക്കാൻ വെച്ചപ്പോൾ അതിനകത്തെ ഒന്നാമത്തെ മെമ്പറായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴമക്കാരൻ, അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. 38 കൊല്ലമായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിനെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ അയാള് പറഞ്ഞു, വളരെ നന്നായിട്ട് കുറച്ച് അറിയാവുന്ന ആളായതുകൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്കത് വേണ്ട, മറിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഒരു കൂട്ടം ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്, ഇവിടെ മദ്യാസക്തർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നൊന്ന് പറഞ്ഞാൽ നൽകുക. അവർ വളരെ മനോഹരമായിട്ട് തന്നെ അവർക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവർ ഇന്നയാൾ പറഞ്ഞുകൊണ്ടാണെന്നൊന്നും പറഞ്ഞില്ല, ഇന്നയാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചാണ്, അയാൾ തിരസ്തിയാന്നൊന്നും പറയാതെ കൂട്ടായ്മയെ വളരെ നന്നായി പറഞ്ഞു തരും. ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണത്. അപ്പൊ അതും നമ്മളെ സഹകരിക്കുന്ന ആൾക്കാർ നമുക്ക് ഇത്തരത്തിലുള്ള കൊടുക്കും. ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് അനാമധേയത്വം വെറുതെ ഒരു കാര്യമായിട്ട് വെച്ചതല്ല. നമ്മളുടെ കൂട്ടായ്മ എക്കാലത്തും നിലനിൽക്കുന്നതിനുണ്ട്. ഇന്ന് ഏതാണ്ട് 21 ലക്ഷത്തിന് മേലെ ആൾക്കാർ ഇന്ന് സുഖപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ ഏകദേശം 190ഓളം രാജ്യങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ പാരമ്പര്യങ്ങൾ അത്രയും ശക്തമായി പാലിച്ചത് കൊണ്ട് തന്നെയാ. അല്ലെങ്കിൽ എന്നും നമ്മൾ തല്ലിപ്പിരിഞ്ഞു പോയതിനെ നമുക്ക് ആലോചിച്ചാൽ മതി. തല്ലിപ്പിരിഞ്ഞു പോകാൻ ഒരു സംശയവും വേണ്ട ആ കാര്യത്തില്. 10 കൊല്ലം നമ്മളെ കൊണ്ട് തയ്ക്കാൻ പറ്റില്ലായിരുന്നു. വാഷിംഗ്ടോണിയൻസ് അന്നത്തെ കാലത്ത്, ഇന്നത്തെ പോലെ പത്രമാധ്യമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും, പത്രമാധ്യമങ്ങളെല്ലാം ഈ വിഷ്വൽ മീഡിയ ഒന്നും കാര്യമായിട്ടില്ലാത്ത, ഇന്റർനെറ്റും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തൊരു കാലത്തായിട്ട് 1800-കളിൽ തുടങ്ങിയിട്ട് 1840-ൽ തുടങ്ങിയിട്ട് 52 12ാമത്തെ കൊല്ലം അവര് അടിച്ചു പിരിഞ്ഞു. അപ്പൊ പിന്നെ ഇതെല്ലാം ഉള്ള കാര്യത്തിൽ പരസ്യത്തിനും നമ്മളുടെ താൻപോരിമ കാണിക്കാനും ഒക്കെ ഇത്രമാത്രം അവസരങ്ങളുള്ള കാലത്താണ് നമ്മളൊന്ന് ആലോചിച്ചാൽ പോരെ എന്ന് നമ്മൾ പിരിഞ്ഞു എന്നുള്ളത്. അപ്പൊ അത് പിരിയാതിരുന്ന നമ്മുടെ സഹസ്ഥാപകരും അതിനുശേഷം വന്ന നമ്മുടെ പഴമക്കാരായിട്ടുള്ള പൂർവികരും ചെയ്ത വലിയ ഒരു ഗുണത്തിന്റെ
അവർ ചെയ്തു തന്ന, നമ്മളോട് ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് വേണ്ടി അവർ കാത്തു സൂക്ഷിച്ചതിന്റെ വലിയ ഒരു എന്താ പിന്നെ അതിന്റെ ഒരു അന്തിമ റിസൾട്ടായിട്ടാണ് ഇപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്കും ആ ഉത്തരവാദിത്വം ഇരിക്കുന്നു. നമുക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടിയിട്ട് ഈ അത് വെക്കണം. ഈ അനാമധേയത്വം കാത്തു സൂക്ഷിച്ച് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ നിലനിർത്തേണ്ട ആവശ്യം ഇന്ന് ഇതിനകത്തിരിക്കുന്നവരുടെ നിലനിൽപ്പുണ്ട്. ഇനി വരാനിരിക്കുന്നവരുടെ രക്ഷയുമുണ്ട് അതിനകത്ത്. ഈ കൂട്ടായ്മയിൽ അവിടെ നിന്നല്ലേ വരാനിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മള് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കലഹിച്ച് നമ്മൾ തല്ലിപ്പിരിഞ്ഞു പോയി ഇനി വരാനിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഒരു പക്ഷേ കുറെ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ലക്ഷോപലക്ഷം ജീവനങ്ങൾ അകാലത്തിൽ പൊലിഞ്ഞു തീർന്നിട്ടുണ്ടാകും. അപ്പൊ അതിനെ ഇടവരുത്താതെ അതിനു മുമ്പേ നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്കിത് നമ്മളുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ കൂട്ടായ്മയിൽ നമ്മളിത് എത്രമാത്രം, അത് ഗ്രൂപ്പ് തലത്തിലും വ്യക്തിപരമായ തലത്തിലും പബ്ലിക്കിന്റെ ഇടത്തിലും ഒക്കെ നമ്മൾ എത്രമാത്രം നമ്മളെ കൊണ്ട് അത് നിലനിർത്താൻ പറ്റുന്നു, അത് 100% ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് ഏറ്റവും നല്ലതാണ്. അനാമധേയത്തെ കുറിച്ചുള്ള നമ്മുടെ ഫാമിലിക്കകത്ത് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വിശദീകരിച്ച് ഇതിനകത്ത് പറയേണ്ടല്ല. അല്ലെ തന്നെ ജ്വാല പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വേറെ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തും ഈ ഒരു വിഷയം വരുമ്പോൾ അത് അവതരിപ്പിക്കുന്ന ആള് തീർച്ചയായിട്ടും കുറച്ചും കൂടെ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ പാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലംഘിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് കൂടെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ ഇത്തരം കർശനമായ നിലപാടുകൾ ചില കാര്യങ്ങളിൽ എടുക്കുന്നത് കൊണ്ട് ഇത് അനാകർഷകമായി തീരുന്നുണ്ടോ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നതല്ലായിരിക്കും. കർശനമായ നിലപാടുകൾ വേണം എന്നുള്ളത് നിർബന്ധം. പക്ഷെ അത് അനാകർഷകമായിട്ട് ആണോ ചെയ്യുന്നതെന്ന്, അനാകർഷകമായിട്ടാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവത്തിലെ പോലെ രണ്ടുപേരുണ്ടാക്കിയ ഫൈറ്റ് പോലെ, അത് കാര്യം പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഫൈറ്റാണ്. പക്ഷെ അത് അനവസരത്തിലായിപ്പോയി, അനാകർഷകമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു പുതുമക്കാരൻ അയാള് അതിന്റെ പേരിൽ അകാലത്തിൽ തീർന്നു പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അയാള് രക്ഷപ്പെട്ടോ ഇല്ലോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പിന്നീട് അയാളെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുമില്ല. അപ്പൊ എന്തായാലും അത് നമ്മൾ അങ്ങനത്തെ കർശനമായ നിലപാടെടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം വരേണ്ടത്. ഈ ആത്മീയമായ വശം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വലിയ ആവശ്യം അവിടെയാണ് നിൽക്കുന്നത്. അത് നമുക്ക് എന്ത് സാധനം, നമ്മൾ പറയല അപ്രിയ സത്യങ്ങൾ പറയരുത് എന്ന് പറയാറുണ്ട്. അത് അങ്ങനെയല്ല ശരിക്കുമുള്ളത്. സത്യം അപ്രിയമാണെങ്കിലും അപ്രിയമായി പറയരുതെന്നാണ്. സത്യം ഒരു പക്ഷേ കേൾക്കാൻ അത്ര സുഖമുള്ളതാകില്ല, പക്ഷെ അത് കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത രീതിയിൽ പറയരുതെന്ന്. അപ്പൊ അവിടെയും സത്യം നമ്മൾ പറയുന്നത് അതിനിച്ചിരി ഭംഗിയായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അതിനെ മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് അതിനെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ പറ്റുന്ന തരത്തിൽ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കണമെന്ന്. അപ്പൊ ഇവിടെയും നമ്മൾ പാരമ്പര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പറയുമ്പോഴും അത് ആകർഷകമായ രീതിയിൽ പറയാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അത് തീർച്ചയായിട്ടും നോക്കണം. നമ്മൾ ഒരേ അംഗം എന്ന നിലയ്ക്ക് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെ നമ്മൾ ആ കൂട്ടായ്മയോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അത് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് പാളിച്ചകൾ വരുന്നുണ്ടോ, തകരാറുകൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. അപ്പം അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പേര് വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. കാരണം പലപ്പോഴും അംഗങ്ങൾ അവരുടെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ ഒരുപക്ഷെ പലപ്പോഴും പലരും ചെന്ന് വീട്ടിൽ പറയാറുണ്ട്. വേറെ ദുരുദ്ദേശം വെച്ചിട്ട് ഒന്നും പറയുന്നില്ല, ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ വീട്ടിൽ കേട്ട ആ കാര്യങ്ങൾ പലപ്പോഴും ഈ വീട്ടുകാര്, സ്ത്രീകൾ, അവര് ഒരുമിച്ച് ചേരുന്ന ഏതെങ്കിലും വേദികളിലോ ഏതെങ്കിലും കല്യാണ ചടങ്ങിലോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴോ അമ്പലത്തിൽ പോകുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലും പോയി മറ്റ് ആ വീട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ അറിയാതെ അവരുമായിട്ട് ചർച്ച ചെയ്യും. അങ്ങനെ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടിൽ ഇങ്ങനെ മോനുമായിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ, അല്ലെങ്കിൽ അങ്ങേരും ഇപ്പം അത്രമാത്രം അല്ല ദേഷ്യത്തിലല്ലേ, വലിയ ദേഷ്യത്തിലല്ലേ എന്ന്. അപ്പൊ അവര് വിചാരിക്കുന്ന വെച്ചാൽ എന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇയാൾ എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ പോയി വിളമ്പലാണോ പണി?
ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തിനാ അവിടെ പോയി പറയുന്നത്? ഇതൊന്നും ഒരിക്കൽ പോലും അവർ മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നല്ല. മനഃപൂർവ്വം ചെയ്യുന്നവരും ചിലപ്പം കാണുമായിരിക്കും. എങ്കിൽ പോലും അത് മനഃപൂർവ്വം അല്ലാതെ പറ്റുന്ന ഇത്ര അബദ്ധങ്ങളുണ്ട്. വീട്ടിൽ ചെന്ന് ചർച്ച ചെയ്യണമെന്നോ മിണ്ടണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് കേൾക്കുന്നവരും അതേപോലെ തന്നെ ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരായില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അപകടം അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പം ഭാര്യയോട് പോയി പറയുന്നത് ഇന്നയാള് പറഞ്ഞു അങ്ങനെ ആയിട്ട് പറയാതെ തന്നെ അത് ആ വിഷയം പറയാമല്ലോ വേണമെങ്കിൽ. അല്ല നമ്മുടെ കുടുംബ സദസ്സിലിരുന്ന് പറയാനോ ഉറക്കെ അത് സംസാരിക്കാനോ പോകാതിരിക്കാമല്ലോ എല്ലാരും കൂടി ഇരിക്കുമ്പോ. അല്ലെങ്കിൽ അവരുടെ പേര് അനാമധേയത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്ന്, ഈ വളരെ ശ്രദ്ധയായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, മദ്യാസക്തൻ എന്ന നിലയ്ക്ക് മോചനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യാസക്തൻ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആ കാര്യങ്ങൾ പറയുന്നതിന്, അതായത് മെമ്പർ എന്ന് പറയണ്ട, മോചനം പ്രാപിക്കുന്ന മദ്യാസക്തനാണ് എന്ന് സമ്മതിക്കുന്നതിൽ ഞാൻ ലജ്ജയുള്ളവനാണ്. നാണക്കേട് തോന്നാറുണ്ടോ? അനാമധേയത്വം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള കാര്യം പറയാൻ മടിയുണ്ടോ? ഞാൻ മെമ്പറാന്ന് പറയാൻ ഇരുന്നാ പോരെ? ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോന്ന് പറയാമല്ലോ. ഒരുപാട് പേര് വീണ്ടും ഒരു പുനർപതനത്തിലേക്ക് ചാടിയ പലരും, പല കൂട്ടുകാരും പല ആഘോഷത്തിലും പരിപാടികളിലും വിളിക്കുമ്പോൾ വടാവേ ഒന്ന് നോക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ നിർത്തി എന്ന് പറയാൻ കഴിയാതെ പോയി റിലാപ്സ് ആയ ഒരുപാട് സന്ദർഭങ്ങൾ കേട്ടിട്ടുണ്ട്. മീറ്റിങ്ങുകളിൽ വന്ന് ഷെയർ ചെയ്യുന്നത് അങ്ങനെ പറ്റിപ്പോയി എന്ന്. നിർത്തിയെന്ന് പറയാൻ ഒരു പക്ഷേ അവർക്ക് വേണ്ട, കാരണം ഇതൊരു വലിയ മോശപ്പെട്ട ഒരു കറുത്ത പാടായി അവന്റെ തലയിൽ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അയാൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. നിർത്തിയെന്ന് പറയാൻ കഴിയുന്നില്ല. അനാമധേയത്വം പാലിക്കുന്നൊന്നും അല്ല അത് യഥാർത്ഥത്തില്. അനാമധേയത്തിന്റെ കാര്യം ശരിയാ, മെമ്പറാണെന്ന് പറയണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ കുടി നിർത്തിയെന്ന് പറയാമല്ലോ. പിന്നെ ഈ അനാമധേയത്വം പൊതു കാര്യങ്ങളിൽ മാത്രമല്ലേ പറ്റുള്ളൂ. നമ്മളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ ആ കുടി നിർത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞ് മിണ്ടാതെ വായിൽ വെള്ളം ഒഴിച്ച് നിൽക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലല്ല. നമ്മൾ അനാമധേയത്വം പ്രസ്, റേഡിയോ, TV എന്നീ തലങ്ങളിൽ മറ്റുള്ളവർ അറിയുന്ന പോലെ പരസ്യമായി പ്രഖ്യാപിക്കാൻ, അല്ലാണ്ട് ഞാൻ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ സുഹൃത്തിനോടോ എന്റെ ബന്ധുവിനോടോ ഞാനത് പറയാതെ പിന്നെ എങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ പരസ്യമായ പൊതു ഇടങ്ങളിൽ ഞാനത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിർബന്ധമായിട്ടും എന്റെ ഒരു സഹോദരൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷയുടെ മാർഗം അയാളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതല്ലേ നമ്മുടെ ഉത്തരവാദിത്ത പ്രസ്താവന. ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും എന്റെ ഉത്തരവാദിത്തമാണത് അയാളോട് പറയേണ്ടത്. അല്ലാണ്ട് ഈ അനാമധേയത്തെ എനിക്കറിയത്തില്ല, ഒന്നിനും ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ അത് പറഞ്ഞുകൊണ്ട് കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാകുകയല്ല. അവിടെ പറയേണ്ടുണ്ട്. അത് നേരിട്ട് പറയുമ്പോൾ അത് പറയാം, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിൽ പോയതാണ് എന്ന്. അല്ലാണ്ട് അതൊരു പരസ്യമാകാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ ചില രീതിയിൽ അതൊരു ഭാഗികമായ അനാമധേയത്വ ലംഘനമാണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു കണക്കാക്കി അനാമധേയത്തിന്റെ ലംഘനമായിട്ട് അതിനെ കണക്കാക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും. എന്നാൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ല അയാൾക്ക് രക്ഷ, അല്ലാണ്ട് എങ്ങനെ അറിയുക? അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ അയൽവക്കക്കാരും ഒക്കെ നമ്മളെ മീറ്റിങ്ങിന് പോകുന്ന ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അതിപ്പോ നമ്മൾ അവരുടെ മുമ്പില് ഞാൻ മെമ്പർ ആണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുമില്ല. അല്ലെ മെമ്പറിന്റെ അതേപോലുള്ള എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ മേടിക്കാനും നമ്മൾ പോകുന്നില്ല. അങ്ങനെയാണത്. അപ്പൊ അതുകൊണ്ട് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മളത് പരസ്യമാക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യവുമില്ല. അപ്പൊ നമ്മളത് ആലോചിക്കുക. നമ്മളിത് പാലിച്ചില്ലെങ്കിൽ എന്താകും യുടെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കുക. എന്താകും അവനവന്റെ സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിക്കുക. ഈ ഭൂമിയില് എത്ര കാലത്തേക്ക് ബാക്കി ഉണ്ടാകുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആൾക്കാർ, അതായത് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഞാൻ എന്നെ ആകർഷകമാക്കിയിട്ടാണോ അവതരിപ്പിക്കുന്നത്? നമ്മൾ പൊങ്ങച്ചം കാണിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്ത കെട്ടുകാഴ്ച കാണിക്കണമെന്നല്ല പറഞ്ഞത്.
എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന്. ഞാന് മറ്റുള്ളവർക്ക്, അതായത് ഇതുവരെയും നയിച്ചിരുന്ന ജീവിതമല്ല, ഇപ്പോൾ ഒരു നല്ല ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് തോന്നത്തക്ക വിധത്തിലാണോ ഞാൻ മറ്റുള്ളവരുമായി ഇടപഴകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റാരും അല്ല ഇരുന്നത്. അവനവൻ വിലയിരുത്തുക വേണ്ട. അവനവനാണ് ഇതിന് മാർക്കിടേണ്ടത്. മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ? ഇതിനും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാവുന്ന പിന്നെ ഒരു സംഭവം. ഒരു സ്ത്രീയെ, അവരൊരു എ മെമ്പറുടെ ഭാര്യ മറ്റൊരു മദ്യാസക്തന്റെ ഭാര്യയോട് പറയുകയാണ്, കുടി നിർത്തുകയോ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു, ഈ വേറൊരാളുടെ പേര് പറഞ്ഞത് അയാളൊക്കെ ഉള്ള കൂട്ടായ്മയെ കുറിച്ചാണോ പറയുന്നത് വെച്ചോ. അയാള് വലിയ നാക്കും വർത്താനം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ പറഞ്ഞു, അപ്പൊ വലിയ ആവേശത്തിൽ ഇവര് ഞാൻ അതിനെ കുറിച്ചാണ്. അപ്പൊ ഇവര് പറഞ്ഞ മറുപടി കേട്ടാ ഞെട്ടിപ്പോയി. എന്നാൽ എന്റെ കെട്ടിയോൻ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പം മറ്റേയാള് കുടിക്കുന്നില്ല, എന്തോ ഒരു പരിപാടിയിലാണ് എന്ന് പറയുന്ന ആള് അയാളുടെ വീട്ടിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ അത്രമാത്രമുണ്ട്. അയാളുടെ വീട്ടിലെ ചട്ടിയും കലവും ഒക്കെ രാവിലെ നോക്കുമ്പോൾ ഭാര്യ മുറ്റത്തുനിന്ന് പെറുക്കുന്ന അവർ കാണുന്നുണ്ട്, തൊട്ടയലൊക്കത്തെ ഉള്ള കാണുന്നുണ്ട്. അല്ലെ അവിടെ കിടക്കുന്ന ഒച്ചപ്പാടും ബഹളവും പിള്ളേരുടെ കരച്ചിലും ഒക്കെ അവർ കേൾക്കുന്നുണ്ട്. മറ്റാരിതൊന്നും അറിയുന്നില്ല. വളരെ രഹസ്യമായി ആയിരിക്കും ഇത് നടത്തുന്ന. ഭാര്യയെ തെല്ലുന്നോ ഒച്ചപ്പാടിനോ തെറി വിളിക്കുന്നോ ഒക്കെ പുറത്തിറങ്ങിയിട്ട് ഞാൻ എ മെമ്പറാണ്, ഗംഭീരമായിട്ട് നടക്കുന്നു എന്നുള്ള തരത്തിലാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പറ്റിയത്. ആ പരിപാടിക്ക് പോയിട്ട് എന്റെ കെട്ടിയോ നന്നാകുന്നതിലും ഭേദം അയാള് കുടിച്ചിട്ട് എന്നെ 2 തെറി വിളിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ എത്രമാത്രം ഭീകരമായിരിക്കുന്നു ആ വീട്ടിലെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ഇത്തരത്തിലുള്ള. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തന്നെ നമ്മൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങളും നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിന്റെ ഈ ആത്മീയ വശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആകർഷകമാകണം, മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടണം, ഇതിനെ നന്നായി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ? ആ 12-ാം പടിയുടെ അവസാന ഭാഗമില്ലേ, ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഇത് നടപ്പിൽ വരുത്തി എന്ന് പറയുന്നത്. അത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? എല്ലാം കൂടെ നടത്തി നമ്മൾ വിശുദ്ധനായെന്നൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും അത് നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഒരു മിതത്വം കാണിക്കുന്നുണ്ടോ? ഒരു സംയമനം കാണിക്കുന്നുണ്ടോ? അതോ പണ്ടത്തെ കഴിഞ്ഞും ഭീകരമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏലായി പോയെന്ന്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഏലായി പോയെന്ന്. അല്ലെങ്കിൽ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഞാൻ എൻ്റെ കൈക്കരുത്ത് കൊണ്ട് നേടുമായിരുന്നു, അല്ലെ എൻ്റെ നാവിന്റെ തെറി കൊണ്ട് ഞാൻ അത് നേടുമായിരുന്നു എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നിപ്പോ അയാൾക്കൊരു ബന്ധനമായെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എങ്ങനെ അത് ആകർഷിക്കുന്നതാകുന്നത്? പിന്നെ എങ്ങനെയാ ആകർഷിക്കുന്നത്? അപ്പൊ അയാൾക്കത് ബുദ്ധിമുട്ട് ഏലായിപ്പോയി അല്ലെ ഇപ്പൊ കാണിച്ചു തരായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അങ്ങനെ പറയുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല വേണ്ടത്. ഒരിക്കലും ഒരു ബന്ധനമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് ആകർഷിച്ച്, അതേപോലെ ഇത് നല്ലതാണ്, ഈ പ്രോഗ്രാം നമ്മൾക്ക് 100% വിജയ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് വരാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയാണ് അതിന്. നമുക്ക് നമ്മളോട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ പോലെ തന്നെ ചോദിക്കാവുന്ന വേറെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ എല്ലാ കാര്യത്തിലും, നമ്മൾ പ്രത്യേകിച്ചും അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ ജോലി സ്ഥലത്തും ഒക്കെ നമ്മൾ എല്ലായിടത്തും ഈ ഒരു മേധാവിത്വം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാമധേയത്തിന് നേരെ എതിരാണുള്ളത്. ഞാൻ ഇതിന്റെ ആളല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞാനാണ് ഇതിന്റെ ആള്, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ നമ്മളാണെന്ന് പറയുന്ന അതുപോലെയാണോ ഞാന് വീട്ടിലെങ്ങനെയാ, നാട്ടിലെങ്ങനെയാ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എങ്ങനെയാ? നമ്മളോട് ചോദിക്കേണ്ടതാ. ഇഷ്ടംപോലെ ആൾക്കാര് നമ്മളും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും നമ്മുടെ കൂട്ടുകാരത്തുള്ളവർ പറയുന്നൊക്കെ ഉണ്ട്, ഞാനങ്ങ് വരും, അന്നേരം പറഞ്ഞു തരാം, വീട്ടിൽ നിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അതവിടെ ഇക്കട്ടെ, ഞാനങ്ങ് വരുന്നുണ്ട്, അന്നേരം നോക്കാന്ന്. സംഗതി ശരിയായിരിക്കും, പക്ഷേ ആ പറയുന്നൊരു രീതിയും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടില്ല. അത് ഇതിനകത്രം വലിയ വിശദീകരിക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി. ഈ കാര്യങ്ങൾ ശരിയായിരിക്കാം, അയാൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അറിയാമായിരിക്കാം, പക്ഷെ അത് പറയുന്നത് എങ്ങനെയാ? മറ്റുള്ളവർ എന്റെ കീഴിലാണ് എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പൊ ഞാനാണ് കേമൻ, ഞാനാണ് മുന്തിയത്, എനിക്കാണ് ഇതിന്റെയൊക്കെ അധികാരം എന്നല്ലേ.
അവിടെ പോയില്ലേ നമ്മൾ ഈ പറഞ്ഞ അനാമധേയത്വത്തിന്റെ ആ ആത്മീയ വശത്ത് നിന്ന് നമ്മൾ പുറത്തു പോയില്ലേ. നമ്മൾ അറിയാതെ പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള. നമുക്ക് ഇതേപോലുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഞാനിപ്പോ എല്ലാം പറയുന്നില്ല, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതേപോലത്തെ വാക്കുകൾ. മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞ കൂടുതൽ പറയണ്ട, എനിക്കെല്ലാം അറിയാം, എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അതിനുള്ള എല്ലാ കഴിവുകളും ഉള്ള ആളാണെന്നുള്ള ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ടോ. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഭാവം വളർത്താനുള്ള എനിക്ക് അസാധാരണമായ കഴിവുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കഴിവൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, കഴിവൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും കവച്ചു വെക്കുന്ന തരത്തിൽ അവർക്ക് ആർക്കുമില്ലാത്ത അസാധാരണമായ കഴിവുകൾ എനിക്ക് ധാരാളമായി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്താലേ ശരിയാവുള്ളെന്ന് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. എയിൽ വന്നതിന് ശേഷം അതൊക്കെ കുറെ കുറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കും ഇത് തന്നെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും അറിയാതെ പറയുന്നു, ഇതൊരു വലിയ വിഷയമാണോ എന്നുള്ളത്. അറിയത്തില്ലാത്ത കാര്യങ്ങൾ പോലും ആ രീതിയിൽ ചെയ്യുകയും അതിന്റെ പേരിൽ അതിൻ്റെതായ തിക്താനുഭവങ്ങൾ ധാരാളമായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പഠിക്കുന്നില്ല, എന്നിട്ടും പലപ്പോഴും അത് തെറ്റായ രീതിയിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ എനിക്ക് അസാധാരണമായ കഴിവുണ്ട്, എനിക്ക് എല്ലാത്തിനെയും മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പലരെ കുറിച്ചും കേട്ടിട്ടുണ്ടോ. അയ്യോ, ആ കുടുംബത്തിന്റെ നെടുന്തൂണ് പോയി, ഇനി എങ്ങനെ അവർ ജീവിക്കുമെന്ന്. അവരൊരു കുഴപ്പമില്ലാണ്ട് അവർ പിന്നെയും ജീവിക്കും. ഈ ലോകത്ത് അങ്ങനെയല്ലേ, ഓരോരുത്തർക്കും അങ്ങനെയല്ലേ. ഒരുപക്ഷെ നമ്മൾ ചെയ്ത ജോലി നമ്മളെ മറ്റാർക്കും വിട്ടുകൊടുക്കാത്തത് കൊണ്ടുമായിരിക്കും അവരെ ചെയ്യാഞ്ഞത്. നമ്മൾ വിട്ടുകൊടുത്തു നോക്കി അവരെ ചെയ്യുന്നുണ്ട്. പല കാരണവന്മാർക്കും അങ്ങനെയല്ലേ. വീടിന്റെ ഭരണം അടുത്ത അവകാശികൾക്ക് മക്കൾക്ക് കൊടുക്കാൻ എന്തുമാത്രം പ്രശ്നമുള്ളത്. അവരൊന്നും ശരിയാകില്ല, ഒന്നുമില്ല. അവർക്ക് 100 വയസ്സായാലും കൊടുക്കാതിരിക്കുകയും അവസാനം അത് വേണ്ട വിധത്തിൽ അതൊന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഇല്ലാത്തവരായി മക്കൾ മാറുകയും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അവർക്കൊക്കെ ക്ഷീണം സംഭവിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ തകരാറുന്നത്, അല്ലാണ്ട് അവർക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല. അപ്പൊ ഇത് അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റുള്ളവർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെ അവരുടെ നേട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുത്താൻ പറ്റുന്ന ചില മാറ്റങ്ങളാണ്. മറ്റുള്ളവർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും ഒരുമിച്ച് കൂടി ആലോചിച്ച് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ. അത് ഒരുപക്ഷെ ഒരു സ്ഥാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യം ആയിക്കോട്ടെ. ഇന്നല്ലേ ഇപ്പം വീട്ടിലധികം അംഗങ്ങളില്ലാത്തത്, അല്ലെങ്കിൽ എന്തായാലും ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അംഗങ്ങളുണ്ട കാലത്ത് എത്രയോ വീടുകളിൽ അത് നന്നായി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അവർ വലിയ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ പടുത്തുയർത്തിയിട്ടുണ്ട്. ആ കുടുംബങ്ങൾ തന്നെ പലതും നമുക്ക് തന്നെ കേരളത്തിൽ നമുക്കറിയാവുന്ന, പേരെടുത്ത് പറയാവുന്ന ഒരുപാട് കുടുംബങ്ങൾ പിന്നീട് തകർന്ന് രണ്ടാമത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവര് ഒന്ന് വീതം വെച്ച് വേറെ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാതായി കഴിഞ്ഞപ്പോൾ ഒക്കെ തകർന്നു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അവർ നേട്ടങ്ങൾ കൊയ്താണ്. അല്ലെങ്കിൽ നമ്മളൊരു കൂടിയാലോചന നടത്തിയും വേണ്ട, ഒരു ക്ലബിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, അവിടെ ഒരു കൂടിയാലോചന നടത്തുമ്പോൾ ആ നടത്തുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായ വല്ലാത്തൊരു ഊർജം പ്രസരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഏകകണ്ഠമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ചർച്ച ചെയ്യുമ്പോൾ, കാര്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഒക്കെ ഒന്ന് പഠിക്കുമ്പോൾ അവിടെ അസാധാരണമായ ഒരു ഊർജം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നുണ്ട്. എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഞാനല്ല എന്നുണ്ട് വലിയ ആളെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടും. ഞാൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള ഒരു എനിക്ക് അതിനുള്ള ഒരു കഴിവ് കിട്ടും. ഞാൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ടവനാണ് എന്നുള്ളൊരു ബോധ്യം കിട്ടും. ഇതൊക്കെ അനാമധേയത്വത്തിന്റെ പാലിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ്. ഇതിനൊക്കെ എതിര് നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ അനാമധേയത്വം എന്നുള്ള ആശയത്തിന്റെ ആത്മീയതയുടെ എതിരായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെയൊക്കെ ഞാൻ എന്നുള്ള ആ ഒരു താൻപോരിമ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മാറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക്
നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടും. മറ്റല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ. ഒരു ജോലി സ്ഥലത്ത് നമ്മളെ കൂട്ടത്തിലുള്ള മറ്റ് തൊഴിലാളികളെ നമ്മൾ ഒപ്പം നിർത്തുമ്പോൾ അവര് ശരിയായിരിക്കാം, നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും നമുക്കൊന്നും മറ്റുള്ളവർക്ക് ഒരു അഭിപ്രായവും ഇല്ലാതെ നമ്മൾ നടത്താൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും. അവരുടെയും കൂടെ സഹകരണം വേണം. സഹകരിച്ചുകൊണ്ട് പോയാലല്ലേ കിട്ടുള്ളൂ. സഹകരണം നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അത് ഏത് കാര്യത്തിനാണെങ്കിലും ആ സഹകരണത്തിന്റെ ഒരു ആവശ്യമുണ്ട്. ഇവിടെ ആ സഹകരണമാണ് നമ്മൾ നിഷേധിച്ച് കളയുന്നത്. അപ്പൊ ആ സഹകരണം നമ്മൾ നിഷേധിച്ച് കളയാതെ അത് മറ്റുള്ളവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എളുപ്പമായിരിക്കും. അപ്പം മറ്റുള്ളവരുമായിട്ട് കൂട്ടിച്ചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ എന്റെ ഗർവും ധാർഷ്ട്യവും ഒക്കെ ഒന്ന് താഴെ വെക്കണം. അനാമധേയത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കൂട്ടായ്മയുടെ ആകെ മൊത്തം അന്തസത്തയും നമ്മളുടെ എളിമയാണ്. നമ്മളൊന്ന് തലകുനിച്ച് കൊടുത്തു നോക്കുക, ഒന്ന് താഴ്ന്നു കൊടുത്തു നോക്കുക. ഒരിക്കലും താഴാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ നമ്മൾ മദ്യത്തിന് മുമ്പിൽ തന്നെ തോറ്റല്ലേ ദഹിക്കുന്നത്. മദ്യത്തിന് മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറായപ്പോഴല്ലേ എനിക്ക് ഞങ്ങളെ വലിയ ശക്തിയുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ അതിനുള്ള ഇത് കിട്ടിയത്, അതിനുള്ള ശക്തി കിട്ടിയത്, അതിനുള്ള അറിവ് കിട്ടിയത്. അപ്പൊ ഒന്ന് തല കുനിക്കാൻ പറ്റുന്ന എവിടെയാണ് തല കുനിക്കാൻ? ഞാനാണ് കേമൻ, ഞാനാണ് എല്ലാത്തിന്റെയും അധികാരി, ഞാനാണ് തീരുമാനങ്ങൾ എടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ മേലേക്ക് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് മറ്റൊരു നേതാവ് ഉണ്ടാകാനോ മറ്റൊരാൾ എനിക്കെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാനോ ഒക്കെയുള്ള കാരണമാകുന്നത്. അത് എവിടെയും അതുണ്ട്. എല്ലാ സംഘത്തിലും എല്ലാ സംഘടനയിലും അതുണ്ട്. അത് വീട്ടിലും ഉണ്ടാകും. മുറുമുറുപ്പുകൾ ഉണ്ടാകും, ഉറക്കെ പറഞ്ഞില്ലേ പോലും. ആ മുറുമുറുപ്പുകളാണ് എപ്പോഴെങ്കിലും അത് വലിയ തോതിൽ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അനാമധേയത്വം എന്നുള്ളതിന്റെ ആശയമായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, ഒരുമിച്ച് നിർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിരിക്കുമെന്ന്. അതൊരു വലിയ സന്തോഷത്തിന്റെ കാര്യം തന്നെയാണ്. പങ്കുവെക്കുക എന്നുള്ളൊരു അനുഭവം ഉണ്ടല്ലോ. പങ്കുവെക്കാൻ പറ്റാതെ പോകുമല്ലോ. ഞാനാണ് കേമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അധികാരം സ്ഥാപിക്കാനല്ലേ പോകുന്നത്. എല്ലാവരോടും ഒപ്പമാണെങ്കിൽ എല്ലാവരുടെയും ഒപ്പത്തിനുള്ളൊരു പങ്കിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനകത്തെ പ്രധാന ഭാഗം ഞാൻ എടുത്തിട്ട് ബാക്കി മിച്ചം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാന്നുള്ളതല്ലല്ലോ. പണ്ടുകാലത്തെ കാട്ടുനീതിയാണത്. തലവൻ അത് എടുക്കുന്നു. ഇപ്പോഴും ഈ സിംഹങ്ങളിലൊക്കെ കഥയിൽ കാണാം, പെൺസിംഹമാണ് വേട്ടയാടി പിടിക്കുന്നത്. ആ നേരത്തെ ഒരു നിരീക്ഷണം മാത്രമാണ് ആൺസിംഹത്തിന്റെ പണി. പക്ഷെ ഇരയെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് അങ്ങോട്ട് വരുന്നു, അതിൻ്റെ അകത്തെ പ്രധാന ഭാഗം പുള്ളി എടുത്തോണ്ട് അത് കഴിഞ്ഞ ശേഷമേ ബാക്കിയുള്ളവർക്ക് അതിനകത്തെ കിട്ടുകയുള്ളൂ. അതിനകത്തെ വലിയൊരു കഷ്ണം മൂപ്പരം കൊണ്ടുപോകും. പക്ഷേ മൃഗങ്ങൾക്കായതുകൊണ്ട് അവർക്ക് അങ്ങനെയായിരിക്കും, അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങനെയായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് അവരതിനെ അംഗീകരിക്കുക. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ അത് പറ്റില്ല. അങ്ങനെ വലിയ കാര്യമൊന്നും എടുക്കാനൊന്നും പറ്റിയല്ല. നമ്മൾ തുല്യമായിട്ട് അധ്വാനിച്ചെടുത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അധ്വാനിക്കാത്തവൻ മാറി നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് പങ്കുവെക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മൾ തുല്യരാണ് എന്ന്, അത് തന്നെയാണ് പുതുമക്കാരന് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇവിടെ ആരും വലിപ്പച്ചെറുപ്പമില്ല. ഇവിടെ ആരും മുതലാളിയും തൊഴിലാളിയും ഇല്ല. ഇവിടെ ആരും ഉടയോനും അടിമയുമില്ല. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ. ഞാൻ ആൽക്കഹോളിക് എന്ന് പറയുന്ന അതോടെ ഞാൻ മദ്യാസക്തനാണ് എന്ന് പറയുന്ന ആ ഒരു പേരേ ഉള്ളൂ. ആ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് വരാം. ഈ കൂട്ടത്തിലുള്ളവരെല്ലാവരും വിശ്വസ്ത സേവകന്മാരാണ്. അവർ ഭരണകർത്താക്കളല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിന്റെ സേവനത്തിലും നിൽക്കാം. എല്ലാവർക്കും ഇതിന്റെ സേവനത്തിന്റെ അംഗങ്ങളായി ചേരാനും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അനാമധേയത്വം കാത്തു സൂക്ഷിക്കുന്നത് എത്രമാത്രം മനോഹരമാണ്, എത്രമാത്രം മഹത്തരമാണ്. അത് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് സംശയത്തോടെ കാലെടുത്ത് വെക്കുന്ന ഓരോ മദ്യാസക്തനും അത് കൊടുക്കുന്ന എത്രമാത്രം വലിയ ഒരു ഊർജമാണ് അത് കൊടുക്കുന്നത്.
അവർക്ക് കൊടുക്കുന്ന എത്രമാത്രം വലിയൊരു കരുത്താണ്. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് എന്നുള്ള അത്ര മാത്രമേ ഉള്ളൂ ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുക്കുന്ന സന്ദേശം. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ആ വഴി അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാതെ കൊടുക്കുക. ഇതിനകത്ത് വന്ന് ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ആരും ഇതിനകത്ത് തലവന്മാരില്ല, ആൾക്കാരില്ല, മേലാവില്ല, അങ്ങനത്തെ ഉത്തരവൊന്നും പുറത്തുനിന്ന് മുകളിൽ നിന്ന് വരുന്നില്ല എന്ന്. മുകളിൽ നിന്ന് ഉത്തരവില്ല. നമ്മളാണ് ഏറ്റവും മുകളിലുള്ള ആൾക്കാർ. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ തല കീഴായ പിരമിഡ് പോലെയാണ്. ഏറ്റവും മുകളിലുള്ള ഗ്രൂപ്പാണ്. നമ്മൾ തെറ്റായിട്ടാ ധരിക്കുന്ന പലപ്പോഴും ഗ്രൂപ്പിനെ ഭരിക്കാനുള്ളതാണ് ഇന്റർ ഗ്രൂപ്പ് എന്നും ഏരിയ കമ്മിറ്റി എന്നും ജനറൽ സർവീസ് ബോർഡ് എന്നും ഒക്കെ ഉള്ള ചിന്താഗതിയാണ്. നേരെ തിരിച്ചാണ്. തല കീഴായ പിരമിഡാണ്. താഴേക്ക് ചെല്ലുമ്പോൾ അതിന്റെ വലിപ്പം കുറഞ്ഞ് അവസാനത്തെ ഒരു പോയിന്റിൽ പോയി അവസാനം അവർ നമ്മളുടെ വിശ്വസ്ത സേവകരാണ്. അവരെ നമ്മൾ തെരഞ്ഞെടുത്തവരാണ്. അവർ നമുക്ക് വേണ്ടി 9ാമത്തെ പാരമ്പര്യം ആർക്ക് സേവനം ചെയ്യുന്നോ അവരോട് നേരിട്ട് ഉത്തരവാദിത്തമുള്ളതാണെന്നാണ് 9ാമത്തെ പാരമ്പര്യം. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള വലിയ ആ രീതിയിൽ നമുക്കൊരു വളർച്ച നേടിയെടുക്കാൻ കൂടി സഹായിക്കുന്നു നമ്മളെ ഈ അനാമധേയത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതൊരു നിസ്സാരമായ കാര്യമല്ല, വളരെ പ്രധാനമുള്ളതാണ്. അതിനെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനനം ചെയ്യുക തന്നെ വേണം. എന്നിട്ട് അതിനെ മനസ്സിലാക്കണം. അത് എത്രമാത്രം മനോഹരമാണ്, എത്ര മഹത്തരമാണ് എന്നുള്ള കാര്യം. അത് എന്നിട്ട് അവനവന്റെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പാരമ്പര്യങ്ങൾ ഓരോന്നും അത് അർത്ഥമാക്കുന്ന എന്താണെന്നും അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന എന്താണെന്നും നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു ചിന്തയ്ക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ചർച്ച കാരണമാകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഇതിന്റെ അവസാന വാക്കായിട്ട് ആരും എടുക്കരുത്. എല്ലാവർക്കും അത് ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ള അവസരമുണ്ട്. മനസ്സിലാക്കിയവർ ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള അവസരം തന്ന ജ്വാല മീറ്റിങ്ങിന് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിനകത്ത് പങ്കെടുക്കുകയും ഒക്കെയുണ്ട്. ഇത്തരം അവസരങ്ങൾ കൂടുതലായിട്ട് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരുന്ന എല്ലാവർക്കും കൂടുതൽ അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ജ്വാല ഗ്യാപ്പിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നന്ദി. താങ്ക് യു സണ്ണി ചേട്ടാ. ഇത്ര നേരം